ജനലക്ഷങ്ങൾ ആത്മീയ സാഫല്യം തേടിയെത്തുന്ന അഭിമാന തീർത്ഥാടന കേന്ദ്രത്തെ തട്ടിപ്പിന്റെ കേന്ദ്രമാക്കിയവർ ആരെന്ന ചോദ്യത്തിന് നാളേറെയായി മലയാളി ഉത്തരം തേടുകയാണ്. ശബരിമലയിലെ പവിത്രമായ സോപാനത്തിലും ശ്രീകോവിലും നടന്ന ഞെട്ടിക്കുന്ന സ്വർണ്ണക്കൊള്ള കേരളം കണ്ട ഏറ്റവും വലിയ ആസൂത്രിത കുറ്റകൃത്യങ്ങളിൽ ഒന്നാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ തുടങ്ങിയ അറസ്റ്റ് പരമ്പര ഏറ്റവും ഒടുക്കൽ എത്തി നിൽക്കുന്നത് അയ്യപ്പന്റെ പിതൃസ്ഥാനീയനായി വാഴ്ത്തപ്പെടുന്ന തന്ത്രി കണ്ഠര് രാജീവിലാണെന്നതാണ് അമ്പരപ്പിക്കുന്ന വസ്തുത. കഴിഞ്ഞ 100 നാളിനിടെ കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക അന്തരീക്ഷത്തെ അടിമുടി അട്ടിമറിച്ച ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ ആഴത്തിലുള്ള പരിശോധന ആദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. എല്ലാം തുടങ്ങിയത് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ആ മണ്ണിൽ നിന്നാണ്. ഏഴാണ്ട് മുമ്പ് ശബരിമലയുടെ പേരിൽ തെരുവിലിറങ്ങി പോരടിച്ച NSSനെ പോലും ഇടതുപക്ഷത്തിനൊപ്പം അണിനിരത്തിയ ആ മഹാസംഗമത്തിന്റെ രാഷ്ട്രീയ അടിയൊഴുക്കിന്റെ ആഴം അതിവേഗമാണ് BJPയും കോൺഗ്രസും തിരിച്ചറിഞ്ഞത്. കത്തിപ്പടർന്ന വാദപ്രതിവാദങ്ങൾക്കിടയിലാണ് ശബരിമല ശ്രീകോവിലിലെ ദ്വാരപാലക ശില്പങ്ങളുടെ പീഠം കാണാനില്ലെന്ന പരാതി ഉയർന്നത്. മുൻ കീഴ്ശാന്തി ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് പരാതിക്കാരൻ. എന്നാൽ കാണാനില്ലെന്ന് പോറ്റി പറഞ്ഞ ശില്പപീഠം ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയത് സഹോദരിയുടെ വീട്ടിൽ നിന്ന്. ആ നിമിഷം മുതൽ വാദി പ്രതിയായി. കേരളത്തെ നടുക്കിയ ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ ആദ്യ ട്വിസ്റ്റ്. 2007 വെറുമൊരു പൂജാ സഹായിയായി ശബരിമലയിലെത്തിയ ഉണ്ണികൃഷ്ണൻ പോറ്റി സമ്പന്ന ഭക്തർക്ക് സന്നിധാനത്ത് സൗകര്യങ്ങളൊരുക്കിയാണ് ദേവസ്വം ബോർഡിന്റെ ഇടനാഴികളിൽ അപ്രമാദിത്വം ഉറപ്പിച്ചത്. 2025 സെപ്റ്റംബറിൽ ദ്വാരപാലക ശില്പങ്ങളുടെ ശോഭമങ്ങിയെന്നും വീണ്ടും സ്വർണം പൂശണമെന്നുമുള്ള ഉദാരമായ വാഗ്ദാനവുമായി പോറ്റി ബോർഡിനെ സമീപിച്ചു. ഇത്തവണ ചില ഉദ്യോഗസ്ഥർ വഴിമുടക്കിയായി നിന്നു. അവിടെ മുതലാണ് 2019 മുതൽ ശബരിമലയിൽ നടന്നുവെന്ന നിഗൂഢമായ ആ കൊള്ളയുടെ അന്തർധാരകൾ ആദ്യം പുറത്തുവന്നത്. 1998 വിജയ് മല്യ സമർപ്പിച്ച സ്വർണ്ണപ്പാളികൾ മിനുക്കാനെന്ന വ്യാജേന ഉണ്ണികൃഷ്ണൻ പോറ്റി ചെന്നൈയിലേക്ക് കൊണ്ടുപോയി. സന്നിധാനത്തെ രജിസ്റ്റർ 42.8 കിലോഗ്രാം എന്ന് പറയുന്ന പാളികൾ 39 ദിവസങ്ങൾക്ക് ശേഷം ചെന്നൈയിലെത്തിച്ചപ്പോൾ 38.258 കിലോഗ്രാമായി മെലിഞ്ഞു. പണി കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോഴും തൂക്കം 38.653 കിലോഗ്രാം മാത്രം. അപ്രത്യക്ഷമായത് 4 കിലോയിലധികം സ്വർണം. തീർന്നില്ല. സന്നിധാനത്തു നിന്ന് കൊണ്ടുപോയ ആ പഴയ പാളി എവിടെയെന്നതിനും ഉത്തരമില്ല. ഹൈക്കോടതി നേരിട്ട് നിയമിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ആദ്യ പിടി ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ വീണപ്പോൾ കേരളം ഒരു ചോദ്യം ആവർത്തിച്ചു: ഈ പോറ്റിയെ പോറ്റി വളർത്തിയതാര്? ആ പ്രകമ്പനത്തിൽ നിയമസഭയും തെരുവുകളും പ്രതിഷേധത്താൽ പ്രക്ഷുബ്ധമായി. പോറ്റിയിൽ തുടങ്ങിയ അന്വേഷണം പിന്നെ നീണ്ടത് മുരാരി ബാബുവിലേക്കാണ്. സ്വർണം ചെമ്പെന്ന് രേഖപ്പെടുത്തിയ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറിൽ നിന്ന് തുടങ്ങിയ ആ വേട്ട ഒടുവിൽ CPIMന്റെ കരുത്തനായ നേതാവ് A പത്മകുമാറിലെത്തിയതോടെ ആഖ്യാനങ്ങൾ മാറിമറിഞ്ഞു. N വാസു അടക്കമുള്ള അധികാരത്തിന് ഉന്നത ശ്രേണിയിൽ അടുപ്പമുള്ളവർ SITയുടെ റഡാറിൽ കുടുങ്ങിയതോടെ രാഷ്ട്രീയ കേരളം മുദ്രാവാക്യങ്ങളാൽ പ്രകമ്പനം കൊണ്ടു. സ്വർണം കട്ടത് ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ എന്ന പ്രതിപക്ഷത്തിന്റെ പ്രചാരണം തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ അടിത്തറ ഇളക്കി. ഇപ്പുറത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി ജൻപദിലെത്തി സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയ ചിത്രങ്ങൾ കോൺഗ്രസിനെയും പ്രതിരോധത്തിലാക്കി. ബെല്ലാരിയിലെ വിവാദ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധനൊപ്പമാണ് പോറ്റി സോണിയാഗാന്ധിയെ കണ്ടത്. പോറ്റിയെ സോണിയയുമായി അടുപ്പിച്ചത് അടൂർ പ്രകാശാണെന്നാണ് അടക്കം പറച്ചിൽ. കേരളത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച വാർത്ത പുറത്തുവന്നത് ഇന്നലെയാണ്. അയ്യപ്പന്റെ പിതൃസ്ഥാനീയനായി വാഴ്ത്തപ്പെടുന്ന തന്ത്രി കണ്ഠര് രാജീവരെയും അന്വേഷണ സംഘം വിലങ്ങണിയിച്ചു. ദേവസ്വം ബോർഡിലെ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥർക്കൊപ്പം ശബരിമലയിലെ താന്ത്രിക സിംഹാസനവും വഞ്ചനയുടെ കരിനിഴലിലായിരിക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സന്നിധാനത്തെത്തിച്ചതിൽ മാത്രമാണോ തന്ത്രിയുടെ പങ്ക്? അതോ മഹാകൊള്ളയുടെ യഥാർത്ഥ സൂത്രധാരൻ ആ താന്ത്രിക വേഷത്തിനുള്ളിലാണോ? ചോദ്യങ്ങൾ അവസാനിക്കുന്നില്ല. അന്വേഷണം തുടരുകയാണ്. റിസർച്ച് ഡെസ്ക് റിപ്പോർട്ടർ.